നമുക്ക് ഇന്ന് കപ്പ് കേക്ക് ലൈനേഴ്സ് വെച്ചിട്ട് നല്ല സ്മെല്ലുള്ള റോസ് എങ്ങനെ ഉണ്ടാക്കണേന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് എല്ലാ കപ്പ് കേക്ക് ലൈനേഴ്സിനെയും 2 പ്രാവശ്യം ഇതേപോലെ മടക്കി വെക്കണം. ഇങ്ങനെ ഒറ്റയടിക്ക് ചെയ്ത് വെച്ചാൽ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. ഇത് ഞാൻ രാവിലെ ഉണ്ടാക്കി നോക്കിയതാണ്. തൽക്കാലം ഒരു 70 എണ്ണം ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി പിന്നെ ആവശ്യം വരാണെങ്കിൽ നമുക്ക് ആ സമയത്ത് ഫോൾഡ് ചെയ്തെടുക്കാം. ഇനി ഇതേപോലെ ഒരു ഗ്ലാസ് എടുത്തിട്ട് നമ്മൾ ഫോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്ന പേപ്പർ ലൈനേഴ്സ് കപ്പ് കേക്ക് ലൈനേഴ്സ് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കണം. ഇത് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ആ ഗ്ലാസ്സിലേക്ക് ഗ്ലൂ ആവാൻ പാടില്ല കേട്ടോ. അപ്പൊ ഇതേപോലെ ആ സെന്റർ പോർഷൻ ഫില്ല് ആവണ വരെ ഈ സെയിം പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്ത് കൊടുക്കണം. Here comes the moment of truth, guys. നമുക്ക് സാധനം പുറത്തെടുക്കാം. നൈസായിട്ട് വന്നിട്ടുണ്ട്. ഇനി കളർ അടിക്കണ പരിപാടി മാത്രമേ ബാക്കിയുള്ളൂ. അതിന് വേണ്ടിയിട്ട് ഞാൻ ലിപ്സ്റ്റിക് ആട്ടോ യൂസ് ചെയ്യുന്നത്. 2 ഷെയ്ഡ് ലിപ്സ്റ്റിക്, ഒരു ന്യൂഡ് ഷെയ്ഡും പിന്നെ ഒരു ബെറി ഷെയ്ഡാണ് ഞാൻ യൂസ് ചെയ്യണത്. ലിപ്സ്റ്റിക് യൂസ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഇതിന് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരു നല്ല സ്മെല്ലൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഇതാണ് ഫൈനൽ ലുക്ക്. ലൈറ്റ് പിങ്ക് ഷെയ്ഡൊക്കെയുള്ള, എനിക്ക് ആക്ച്വലി റോസിനേക്കാൾ ഇപ്പോൾ ഒരു താമര പോലെയൊക്കെ എനിക്ക് തോന്നുന്നുണ്ട്. നിങ്ങൾക്ക് ഇത് കണ്ടിട്ട് എന്തായിട്ടാണ് തോന്നുന്നതെന്ന് കമൻറ്റ് ബോക്സിൽ പറഞ്ഞോളൂ. ക്രാഫ്റ്റ് ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക, ലൈക്ക് ചെയ്യുക. ആൻഡ് ഇതുപോലത്തെ കൂടുതൽ വീഡിയോസ് കാണാനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.